പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ തുടർന്ന് ദുഃഖിതരുടെ ആശ്വാസവും രോഗികളുടെ ഔഷധവും മാലാഖമാരുടെ രാജ്ഞിയും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെയും പ്രശ്നങ്ങളെയും എല്ലാം കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ഒത്തിരി ഭക്തിയോടുകൂടി നമുക്ക് ഈ ജപമാല ചൊല്ലാം. ഇത് ചൊല്ലി തീരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ ശക്തമായ ഇടപെടൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. ജപമാലയുള്ളവർ ജപമാല കരങ്ങളിൽ എടുക്കുക. ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ജപമാലയുള്ളവർ ജപമാല കരങ്ങളിൽ എടുക്കുക. നമ്മൾ ചെല്ലുമ്പോൾ ഓർക്കണം, ബോധ്യത്തോടു കൂടി നമ്മൾ ചെല്ലണം. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അത് വലിയൊരു ഡെലിവറൻസ് പ്രെയറാണ്. അതായത് പിശാച് മനുഷ്യവർഗത്തെ പഠിപ്പിച്ചിട്ടുള്ള നുണകൾക്കെല്ലാം എതിരായിട്ടുള്ള ദൈവത്തിൻ്റെ സത്യമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, മനുഷ്യനെക്കുറിച്ചുള്ള, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെയുള്ള സത്യം നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. സാത്താൻ പരാജയപ്പെട്ടു പോകുന്ന നിമിഷങ്ങളാണ് ബോധ്യത്തോടുകൂടി നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മൂടില്ലാത്തപ്പോൾ, അസ്വസ്ഥതയുള്ളപ്പോൾ നിങ്ങൾ വേറൊന്നും ചെല്ലണ്ട, ഉറക്കെ 4-5 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി നോക്കുക. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ മൂടുകളൊക്കെ മാറുന്നത് കാണാൻ സാധിക്കും. അതിശക്തമായ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. ബോധ്യത്തോടുകൂടി ചെല്ലുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് തിന്മയുടെ സാന്നിധ്യങ്ങൾ വിട്ടുപോകും. അവിടെ നമുക്ക് ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബോധ്യത്തോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് ഈ പ്രാർത്ഥന ആരംഭിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഒന്നാം ദിവ്യരഹസ്യം,
നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തിൽ നമ്മൾ വിവിധ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട് ഉഴലുന്നവർ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ, വിവാഹമോചനത്തിൻ്റെ വക്കത്തെത്തിയിരിക്കുന്ന ദമ്പതികൾ, വിവാഹമോചനത്തിലേക്ക് അവർ നയിച്ച കലഹങ്ങൾ, അവരുടെ വെറുപ്പ്, അവരുടെ നിരാശ, അവരുടെ ദുഃഖം, അതെല്ലാം വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സമർപ്പിത ജീവിതം ഉപേക്ഷിച്ച് പോകാനുള്ള പ്രലോഭനത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തി കിട്ടണം. ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിഷമിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരണം. പഠനം ഉപേക്ഷിക്കാൻ ചിന്തിക്കുന്നവർ, ജോലി ഉപേക്ഷിക്കാൻ ചിന്തിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ക്രൈസിസിൽപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ അസ്വസ്ഥരായിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ദൈവ കൃപ കടന്നു വരണം. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവർ, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ വിഷമിക്കുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന, പ്രലോഭനത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ രക്ഷ കടന്നു വരുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വലത് കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രലോഭനത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കെട്ടുകൾ പൊട്ടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ തകർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സ്വാതന്ത്ര്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. അടുത്ത രഹസ്യം നമുക്ക് ഇരുന്നു കൊണ്ട് ചെല്ലാം. ഈ സമയത്ത് നിങ്ങൾക്ക് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. രണ്ടാം ദിവ്യരഹസ്യത്തിൽ നമുക്കെല്ലാ രോഗികളെയും സമർപ്പിച്ച് വലിയ വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇപ്പോൾ ഈ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരവരുടെ രോഗാവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കിഡ്നി രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരൾ സംബന്ധമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ, യൂട്രസ് സംബന്ധമായ പ്രതിസന്ധികളിലൂടെ രോഗത്തിലൂടെ കടന്നു പോകുന്നവർ, ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ, കൈകാലുകളുടെ തളർച്ചയും വേദനയും മരവിപ്പും അനുഭവിക്കുന്നവർ എല്ലാവരും ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശിരസംബന്ധമായ രോഗമുള്ളവർ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ട്യൂമറുകൾ പ്രത്യക്ഷമായി സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, ട്യൂമർ രോഗികൾ, അവരെല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. 1 പത്രോസ് 2:24 അവിടുത്തെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരെയും രോഗാവസ്ഥകൾ, മാനസിക അവസ്ഥകൾ, എല്ലാ രോഗാവസ്ഥകളിലേക്കും കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ 17:14 നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ജെറമിയ 17:14 വലത് കരമുയർത്തി. ജെറമിയ 17:14 കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, അപ്പോൾ ഞാൻ സുഖമുള്ളവനായി തീരും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. രണ്ട് കരങ്ങളെയും ഉയർത്തി ലോകമെമ്പാടുമുള്ള നമ്മുടെ ഇടയിലെ രോഗികൾ, കിടപ്പ് രോഗിയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ജപമാലിൽ നീ പങ്കെടുക്കുന്നത്. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ വഴിയാത്ത വിധത്തിൽ കൈകാലുകളിൽ തളർച്ചയുള്ളവരായിരിക്കാം. കർത്താവിനെ ഒന്ന് സ്വതന്ത്രമായി വായി തുറന്ന് ഒന്ന് യേശുവേ എന്നത് വിളിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ സൗഖ്യം ഇപ്പോൾ നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുന്നു. കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. അവന്റെ വചനത്തിന്റെ ശക്തി, അവന്റെ മുറിവിന്റെ സൗഖ്യം, അവനേറ്റ ക്ഷണങ്ങളുടെ യോഗ്യതകള് ഈ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. ഒന്ന് വിളിക്കാമോ? യേശുവേ. ആരാധന 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 ആരാധന
പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ടിവിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളും അവരവരുടെ രോഗത്തിലേക്ക് ഇപ്പോൾ കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരുന്നതിനായി വലതുകരം ഉയർത്തി 107-ാം സങ്കീർത്തനം 20-ാം തിരുവചനം പ്രകാരം പറയുന്നില്ലേ, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, തൻ്റെ വചനം അയച്ച് അവിടുന്ന് അവരെ വിടുവിച്ചു. ഇതാ കർത്താവ് നമ്മുടെ ശരീരത്തിലേക്ക് തൻ്റെ സൗഖ്യത്തിൻ്റെ വചനം അയക്കുകയാണ്. കരങ്ങൾ ഉയർത്തി വായി തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആരാധന 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ആവേ മരിയ, ആവേ മരിയ, കന്യാമാതാവേ. ആവേ മരിയ, കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ യുവജനങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പരിചയത്തിലുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കൾ, ലോകമെങ്ങുമുള്ള എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ പ്രാർത്ഥന ഇന്ന് ഏറെ ആവശ്യമുള്ളവരാണ് നമ്മുടെ യുവതി യുവാക്കൾ. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ യുവത്വം കടന്നു പോകുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനും തിന്മയിലേക്ക് വഴുതി വീഴാനും ഏറെ സാധ്യതകൾ നമ്മുടെ യുവതി യുവാക്കളുടെ മുൻപിലുണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും നമ്മുടെ പ്രിയപ്പെട്ട യൗവനങ്ങളുടെ മേൽ നിറയാൻ ഈ സമയം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ അവർ നേരിടുന്ന ജോലി മേഖലകളിലും പഠന മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ജോലി കിട്ടാതെ വിഷമിക്കുന്നവരെയും വിവാഹ തടസ്സം നേരിടുന്നവരെയും നമുക്ക് ഓർക്കാം. ഈ രാത്രിയിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകമെങ്ങുമുള്ള യുവതി യുവാക്കൾ ഈശോയുടെ വലിയ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ വലതുകരം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ പരിചയത്തിലും നമ്മുടെ പ്രാർത്ഥന ഏറെ ആവശ്യവുമായ എല്ലാ യുവതി യുവാക്കളെ സമർപ്പിച്ച്
അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഈ രാത്രിയിൽ അവരുടെ മേൽ ഇറങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസത്തോടെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മയും അവരിൽ നിന്ന് മാറിപ്പോകാൻ, അവർ നേരിടുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ, സ്വർഗം അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ യുവതിവാക്കളും ഈശോയിൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തിന്മയുടെ സാധ്യതകൾ അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കണമേ. അവരുടെ മുൻപിലെ തടസ്സങ്ങളെ തകർക്കണമേ ഈശോയെ. ജോലി തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. പഠന മേഖലയിൽ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. അഭിഷേകം കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിന് നവ്യമായ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കാം. അനന്തകോടി നന്മയാ അഭിഷേകം എല്ലാ യുവതിവാക്കളിലും അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയാ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയാ അഭിഷേകം ചെയ്യണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമേറിയ കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ നമ്മളൊക്കെ പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഈ രാത്രിയിൽ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും. ഈ രഹസ്യത്തിൽ അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകമായ വിധം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മയെ നമുക്കിപ്പോഴൊന്ന് ക്ഷണിക്കാം. കാരണം പരിശുദ്ധ അമ്മയുള്ളിടത്ത് ഒന്നിനും കുറവില്ല. അമ്മയുടെ സാന്നിധ്യമുള്ളിടത്ത് ഒന്നിനും കുറവില്ല. അത് കാനായിലെ കല്യാണ വീട് പോലെ എപ്പോഴും നിറവുള്ളതാണ്, എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതിനാൽ ഈ കാനായിലെ കല്യാണ വീട് പോലെ എൻ്റെ കുടുംബത്തെയും ആക്കി തീർക്കണമേ എന്ന് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായ പ്രതിസന്ധി, കടഭാരം. നാളുകളായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നാളുകളായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും ഈ രാത്രിയിൽ ഇതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഈ രാത്രിയിൽ കടന്നു പോകുന്നത് ഇതുപോലെ വളരെ വേദനാജനകമായ ഒരു പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തതും, ഒരുപക്ഷെ ഒരു ഭവനം പണിയാൻ വേണ്ടി ലോൺ എടുത്തതും, ഒരുപക്ഷെ സ്ഥലം വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തതും, ഒരുപക്ഷെ ബിസിനസ്സിന് വേണ്ടി ലോൺ എടുത്തതുമായ തുകകൾ ഇന്ന് അടച്ചു വീട്ടുവാൻ സാധിക്കാതെ ജപ്തിയിലൂടെയും വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്നൊരു കുടുംബമായിരിക്കാം നമ്മുടെ കുടുംബം. പ്രിയ ദൈവമൈതലേ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കടഭാരത്തെ ചേർത്ത് വയ്ക്കുക. നമ്മുടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പരിശുദ്ധ മാതാവ് നമ്മളെ സഹായിക്കും, പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. വിശ്വാസത്തോടെ നമ്മുടെ വലതുകരമെന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അനേക നാളുകളായി കടം വീട്ടുവാൻ, കടഭാരം മാറുവാൻ, സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം. ഉള്ള കുറച്ച് സ്ഥലമൊന്ന് വിറ്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ രാത്രിയിൽ ഈ ജപമാലയിൽ പങ്കെടുക്കുന്നുണ്ടാവാം. പ്രിയ ദൈവവൈതലേ, നീ വിശ്വാസത്തോടെ നിന്റെ വലതുകരം നിന്റെ സ്ഥലത്തിന്റെ മേൽ ഇപ്പോൾ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഞാൻ ചൊല്ലിത്തരുന്ന വചനമൊന്ന് ഏറ്റു ചൊല്ലുക. ജെറമിയ 32:15. ജെറമിയ 32:15. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു.
അരുളിച്ചെയ്യുന്നു. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ, ആമേൻ. വിശ്വാസത്തോടെ ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച്, നമ്മുടെ സ്ഥലത്തെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ആ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധികളുടെ മേലും, നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന എല്ലാ തകർച്ചകളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ. ദൈവിക കൃപകളാൽ നിറയപ്പെടട്ടെ. നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ നമ്മുടെ ഭവനത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ബോധ്യത്തോടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. കരങ്ങൾ ഉയർത്തി അടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തിൽ ഈശോ കുരിശുമരണത്തിലൂടെ നമുക്ക് നേടിത്തന്ന പിശാചിൻ്റെ മേലുള്ള വിജയം നമ്മളുടെ ജീവിതത്തിൽ ആഘോഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പല വ്യക്തികളുടെയും ജീവിതത്തിലും കുടുംബത്തിലും പൈശാചികമായ അരൂപികളുടെ പ്രവർത്തന ഫലമായിട്ടുള്ള തകർച്ചകളുണ്ട്, വിട്ടുമാറാത്ത തകർച്ചകൾ. ദുഷ്ടാരൂപികളുടെ പ്രവർത്തന ഫലമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എത്ര ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ. പിശാചിൻ്റെ പ്രവർത്തന ഫലമായിട്ടുള്ള നിരന്തരമായ കുടുംബ കലഹങ്ങളുണ്ട്. അതുപോലെ മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവയെക്കുറിച്ചുള്ള ഭയങ്ങൾ, നക്ഷത്രഫലം, വാരഫലം, ഇങ്ങനെ കൈ നോക്കി പറഞ്ഞത് ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിൽ കിടന്ന് അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ബന്ധനങ്ങൾ, എതിർ പൂജകൾ, എതിർ പ്രാർത്ഥനകൾ, അങ്ങനെ നമുക്കെതിരായിട്ട് വന്നിട്ടുള്ള തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി പോകാൻ വേണ്ടി നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നരക സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തിയിൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പീഡനങ്ങൾ എടുത്തു മാറ്റുവാൻ വിടുതൽ നൽകുന്നതിന് വേണ്ടി വലതുകര ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളും പീഡനങ്ങളും തിന്മയുടെ എല്ലാ ആക്രമണങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ തകർന്നു വീഴട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, ബാധകൾ ഒഴിയട്ടെ. കർത്താവിന്റെ തിരുരക്തം, യേശുവിന്റെ തിരുരക്തം, യേശുവിന്റെ കുരിശുമരണത്തിന്റെ ശക്തി എല്ലാ മക്കളിലും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോ. സാത്താന്റെ സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോ. ദുഷ്ടൻ വയ്ക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോ. കരമടിച്ച് നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ
കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെന്റെ തേര് തെളിക്കാം. ഓ സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെന്റെ തേര് തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശുമര ചോട്ടയിൽ നിന്ന് തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശുമര ചോട്ടയിൽ നിന്ന് തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലുത്തിനിയെ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെല്ലാം. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാ ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. നിർമ്മലമാതാവേ കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. വാനവനിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമര
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേനാഥ. പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേനാഥ. പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേനാഥ.